പ്രേംലാല്, അമേരിക്കൻ കൂട്ടായ്മകൾക്ക് ബദൽ ഒരുങ്ങുന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം ബ്രിക്സ് എന്ന് പറഞ്ഞ രാജ്യങ്ങളിലെ കൂട്ടായ്മ ഇപ്പോൾ ഇതാ ബ്രിക്സിൽ അംഗത്വം നേടാനായി വിവിധ രാജ്യങ്ങൾ ക്യൂവിൽ നിൽക്കുന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പുതിയ രാജ്യങ്ങൾ വരുന്നു. ബ്രിക്സ് കുറെ കൂടി വളരുന്നതിന്റെ ലക്ഷണമായി ഇതിനെ നമുക്ക് വിലയിരുത്താൻ കഴിയില്ലേ? തുഫയിലെ ഒരു കാര്യം മനസ്സിലാക്കണം. ബ്രിക്സ് എന്ന് പറയുന്നത് പൊതുവെ അറിയപ്പെടുന്നത് തന്നെ അമേരിക്കൻ വിരുദ്ധരുടെ കൂട്ടായ്മ അല്ലെങ്കിൽ ഡോളർ വിരുദ്ധ കൂട്ടായ്മ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. ഇത് 2009 ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ തുടക്കം. അന്ന് ബ്രിക്സ് ഇല്ലായിരുന്നു, ബ്രിക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന അത്രയും ഉണ്ടായിരുന്നു. 4 രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച ബ്രിക് ആയിരുന്നു 2009. പിന്നീട് അത് വികസിച്ച് 2011 ആയപ്പോൾ അതിലേക്ക് സൗത്ത് ആഫ്രിക്കയും കൂടി ആ കൂട്ടായ്മയുടെ ഭാഗമായി. അങ്ങനെയാണ് ബ്രിക്സ് ആയത്. പിന്നീട് ഏതാണ്ട് 13 വർഷ കാലയളവില് ഇതിലോട്ട് പുതിയ അംഗങ്ങളെയൊന്നും ഉൾപ്പെടുത്തുന്നില്ലായിരുന്നു. അത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. അങ്ങനെ 2024 വീണ്ടും കുറച്ച് രാജ്യങ്ങൾ കൂടി ഈ കൂട്ടായ്മയുടെ ഭാഗമായി. അത് പറയുകയാണെങ്കിൽ ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE, സൗദി അറേബ്യ. പിന്നെ 2025 ജനുവരിയില് ഇന്തോനേഷ്യയും കൂടി ഈ കൂട്ടായ്മയുടെ ഭാഗമായി. ഇപ്പോ പല രാജ്യങ്ങളും ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമാകാൻ വേണ്ടി താല്പര്യപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് വരുന്ന വിവരം. അപ്പൊ അതില് പ്രധാനിയായിട്ടുള്ളത് തായ്ലാന്റും മലേഷ്യയുമാണ്. അപ്പൊ ഈ തായ്ലാന്റും മലേഷ്യയും ഇക്കാര്യത്തില് ഇന്ത്യയും റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങളോട് നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ കൂടി ഈ കൂട്ടായ്മയുടെ ഭാഗമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഈ ബ്രിക്സ് കൂട്ടായ്മ നിലവിൽ 11 രാജ്യങ്ങളാണ് അതിന്റെ സ്ഥിരം അംഗങ്ങളെങ്കിൽ അതില് ഈ നമ്മളെ ഈ കൺട്രി, അതായത് പാർട്ണർ കൺട്രി കാറ്റഗറി, അതായത് ഇതുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ടുള്ള രാജ്യങ്ങൾ എന്ന രീതിയിൽ ഇതുമായിട്ട് സഹകരിക്കുന്ന മറ്റു രാജ്യങ്ങളുമുണ്ട്. അതായത് തെക്ക് കിഴക്കൻ ഏഷ്യയില് മലേഷ്യയും തായ്ലാന്റും വിയറ്റ്നാമും ഇപ്പൊ ബ്രിക്സുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ്. ഇനി യൂറേഷ്യ, അതായത് യൂറോപ്പ്, ഏഷ്യയും കൂടി ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് ബെലാറസും കസാക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും ഈ ബ്രിക്സുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങളാണ്. ഇനി ആഫ്രിക്കൻ രാജ്യങ്ങളില് നൈജീരിയയും ഉഗാണ്ടയും ബ്രിക്സുമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഇനി ലാറ്റിൻ അമേരിക്കയില് ബൊളീവിയയും ക്യൂബയും ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പൊ ഈ സഹകരിച്ച്, അതായത് ഭാഗിക സഹകരണമുള്ള പല രാജ്യങ്ങളും ഇതിൽ പൂർണ്ണ അംഗമാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. അപ്പോ ഈ പറയുന്ന പോലെ ഇതൊരു ഡോളർ വിരുദ്ധ കൂട്ടായ്മയാണ്. അപ്പോ ഈ നിലവിലുള്ള ലോകക്രമത്തിന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ബദലായിട്ടുള്ള പല മാർഗങ്ങളും ഇവർ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോ അമേരിക്ക നേതൃത്വം നൽകുന്ന സാമ്പത്തിക ശക്തിക്ക് ലോക ബാങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം വലിയൊരു പിന്തുണയാണെങ്കിൽ ബ്രിക്സ് അതിന് ബദലായിട്ട് ഡെവലപ്മെന്റ് ബാങ്ക്, ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് NDB എന്ന രീതിയിൽ ഇവരും ഒരു ബാങ്ക് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ NDBയുടെ നേതൃത്വത്തിൽ ഒരു ബ്രിക്സ് കറൻസി ഉണ്ടാക്കാനായിട്ടുള്ള പുറപ്പാടിലാണ് ബ്രിക്സ് കൂട്ടായ്മ എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. അപ്പൊ നമുക്കറിയാമല്ലോ, അതായത് അമേരിക്ക നേതൃത്വം നൽകുന്ന സാമ്പത്തിക ശക്തിയുടെ പ്രധാന ആയുധം അമേരിക്കൻ ഡോളർ തന്നെയാണ്. അപ്പൊ അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ബ്രിക്സ് കൂട്ടായ്മ ഒരു ബ്രിക്സ് കറൻസിക്ക് രൂപം നൽകുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ അമേരിക്ക നേതൃത്വം നൽകുന്ന ചേരിയിൽ സൈനിക ചേരിയുമുണ്ട്, സാമ്പത്തിക ചേരിയുമുണ്ട്. സൈനിക ചേരി എന്ന് പറയുന്നത് നാറ്റോ സഖ്യമാണ്. സാമ്പത്തിക ചേരി എന്ന് പറയുന്നത് G7 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. അപ്പൊ ഇവിടെയൊക്കെ ഒന്നെങ്കിൽ സൈനികമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഇടപെടുക എന്നുള്ളതാണ് ഈ അമേരിക്ക നേതൃത്വം നൽകുന്ന ചേരിയുടെ ലക്ഷ്യം. പക്ഷെ ബ്രിക്സ് കൂട്ടായ്മ എന്ന് പറയുന്നത് എപ്പോഴും മാനുഷികമായ പരിഗണനയ്ക്ക് മുൻതൂക്കം നൽകുക എന്നുള്ള ഒരു അജണ്ടയുടെ പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അതോടൊപ്പം തന്നെ ഇതൊരു ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന, അതായത് ലോകം, അതായത് നമ്മുടെ ഭൂമിയുടെ തെക്കൻ ഭാഗത്ത്, തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളും ആ മേഖലയിലുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ. കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പൂർവ്വകാലത്ത് ഏതെങ്കിലും രാജ്യത്തിന്റെ കോളനി ആയിട്ട് കിടന്നിട്ട് ഒരുപാട് നിരവധി പീഡനങ്ങളൊക്കെ സഹിച്ച് പിന്നീട് വികസനത്തിന്റെ പാതയിലേക്ക് അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ട് കൂടിയാണ് ഈ ബ്രിക്സിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ നിലവില് ഈ മലേഷ്യയും തായ്ലൻഡും ഏഷ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഈ 2 രാജ്യങ്ങളും ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമാകാൻ ശ്രമിക്കുന്നതിന്റെ കാര്യം ഈ രാജ്യങ്ങളും ചൈനയുമായിട്ട് അടുത്ത സൗഹൃദവും സാമ്പത്തിക സഹകരണവും ഉണ്ട്. ഈ മലേഷ്യയും തായ്ലൻഡും ചൈനയിൽ നിന്ന് വൻതോതിലുള്ള നിക്ഷേപങ്ങൾ അവരുടെ രാജ്യത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ കൂടിയാണ്. പിന്നെ ഈ പറയുന്ന രീതിയിൽ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അത് നൽകുന്ന ഒരു സുരക്ഷിതത്വവും സംരക്ഷണവും ഇവർ ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ്
നിലവിൽ ഈ തായ്ലൻഡിന് ഇതിനോടകം തന്നെ ഇന്ത്യയുടെ പിന്തുണ കിട്ടിക്കഴിഞ്ഞു ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമാകുന്നതിന് വേണ്ടിയിട്ട്. മലേഷ്യ നിലവില് റഷ്യ, ചൈന, ഇന്ത്യ 3 രാജ്യങ്ങളെ ഒരേപോലെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ മലേഷ്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പേര് അൻവർ ഇബ്രാഹിം എന്നാണ്. അൻവർ ഇബ്രാഹിം പരസ്യമായിട്ട് തന്നെ ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ നിലപാടുകളെ നിരവധി തവണ പല വേദികളിൽ പിന്തുണയ്ക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ അതിന്റെ ഒരു വലിയൊരു വക്താവായിട്ട് കൂടി മാറിയിട്ടുണ്ട്. അപ്പോ അടുത്ത സമ്മേളനം 2026 ബ്രിക്സ് കൂട്ടായ്മയുടെ അധ്യക്ഷ പദവി നിലവിൽ ഇന്ത്യക്കാണുള്ളത്. ഇന്ത്യയിൽ വെച്ചായിരിക്കും അടുത്ത ബ്രിക്സ് കൂട്ടായ്മയുടെ സമ്മേളനം നടക്കുക. ആ സമയത്ത് പുതിയ അംഗരാജ്യങ്ങൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്ക നേതൃത്വം നൽകുന്ന ഒരു ചേരിയുടെ ഒരു ബദൽ എന്ന രീതിയിൽ ഈ ബ്രിക്സ് കൂട്ടായ്മ വളരെ വലുതായി വരുന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് അടിസ്ഥാനപരമായ ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ ആഗോള GDP, മൊത്തം രാജ്യങ്ങളുടെ ആഗോള ഉൽപാദനം എന്ന് പറയുന്നതിന്റെ 45% ഈ ബ്രിക്സ് രാജ്യങ്ങൾ എല്ലാവരും കൂടി ചേർന്നാൽ വരും. പിന്നെ ലോകത്തുള്ള മൊത്തം പർച്ചേസിംഗ് പവർ, അതായത് സാമ്പത്തിക സ്ഥിതി, അത് ഏതാണ്ട് 50% കൈവശം വെക്കാനായിട്ട് ഈ പറയുന്ന ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഉണ്ടാകും. പ്രത്യേകിച്ചും ഇന്ത്യയും ചൈനയും ഒക്കെ അണിനിരക്കുന്ന രാഷ്ട്രം, പിന്നെ റഷ്യയും ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു സാമ്പത്തിക അടിത്തറയും സൈനിക അടിത്തറയും എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ പറയുന്ന ബ്രിക്സ് കറൻസി കൂടി വരികയാണെങ്കിൽ ഈ ബ്രിക്സ് കൂട്ടായ്മ എന്ന് പറയുന്നത് കുറെ കൂടി അർത്ഥവത്താകും. അതിനായിട്ടുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. 2022 മുതൽ ബ്രിക്സ് കറൻസിയുമായി ബന്ധപ്പെട്ടുള്ള ആശയം പ്രസക്തമാണ്. ഇതിനോടകം തന്നെ ഇവരുടെ ഈ NDB, ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്ന ഈ ബാങ്ക് വഴി പ്രാദേശിക കറൻസികൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് പൊതുവെ ഈ അന്താരാഷ്ട്ര രാജ്യങ്ങളെല്ലാം തന്നെ ഡോളറിലാണ് ഇടപാട് നടത്തുന്നതെങ്കിൽ ബ്രിക്സ് കൂട്ടായ്മയുടെ കീഴിൽ നിന്നുകൊണ്ട് അവരവരുടെ കറൻസികളിൽ ഇടപാട് നടത്തി അതിന്റെ സ്ഥിരത ഉറപ്പുവരുത്തുക എന്നുള്ള നയവുമായി ബന്ധപ്പെട്ട് ബ്രിക്സ് കൂട്ടായ്മ പോകുന്നുണ്ടോ എന്നുള്ളതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് വെറും 4 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ തുടങ്ങിയ 2009 തുടങ്ങിയ ഒരു കൂട്ടായ്മ ഏതാണ്ട് ഈ ഇന്നോളം വരുമ്പോൾ, അതായത് അതിന്റെ 18ാമത് സമ്മേളനത്തിലേക്കാണ് ഇന്ത്യയിലെ വേദിയാകാൻ പോകുന്നത്. അതിനുള്ളിൽ തന്നെ ഇതൊരു വലിയ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ഒരു സ്വാധീന ശക്തിയായിട്ട് അമേരിക്ക പോലും പരസ്യമായ ഒരു ശത്രുതാ പ്രഖ്യാപനം നടത്തുന്ന തരത്തിലേക്കുള്ള വലിയൊരു കൂട്ടായ്മയിലേക്ക് ബ്രിക്സ് വളരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഉറപ്പായിട്ടും 2026 ഇന്ത്യയിൽ നടക്കുന്ന സമ്മേളനത്തിൽ മലേഷ്യയും അതേപോലെ തായ്ലൻഡും അവർ ഈ കൂട്ടായ്മയുടെ ഭാഗമായി കടന്നു വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. മറ്റു പല രാജ്യങ്ങളും ഈ കൂട്ടായ്മയുടെ ഭാഗമാകാനായിട്ട് ഇപ്പോ ദക്ഷിണാഫ്രിക്കയുടെ വിദേശകാര്യ മന്ത്രി നടത്തിയ പ്രസ്താവന ശരിയാണെങ്കിൽ ഏതാണ്ട് 30ഓളം രാജ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട സന്നദ്ധത അറിയിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അത് വാസ്തവമാണെങ്കിൽ ഈ ബ്രിക്സ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നാറ്റോയേക്കാൾ വെല്ലുന്ന തരത്തിലുള്ള വലിയ ഒരു സമൂഹമായിട്ട് മാറാനായിട്ടുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല.